നമുക്കൊരു കോളർ ഉണ്ട്. വെഞ്ഞാറമൂട് നിന്ന് അശ്വതി ഉണ്ട്. അശ്വതി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാഡം. പറഞ്ഞോളൂ അശ്വതി. ഞാൻ കഴിഞ്ഞ നവംബറിൽ എനിക്കൊരു ശ്വാസം മുട്ടായിട്ട് ഞാൻ തന്നെയാണ് ഫൈബ്രോയിഡ് കണ്ടുപിടിക്കുന്നത്. എനിക്കൊരു സ്കാൻ വേണം എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടർക്ക് പോയി. ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അപ്പം എന്റെ ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞ് കിടക്കുമ്പോൾ എനിക്കൊരു ശ്വാസം മുട്ട് വയറ്റിലുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തോ ടെസ്റ്റ് ചെയ്യണം. ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഫൈബ്രോയിഡ് 7 സെന്റിമീറ്റർ ഉണ്ടെന്ന് കണ്ടെത്തി. കഴിഞ്ഞ നവംബറിലാണ്. അപ്പം അത് പറഞ്ഞ് എനിക്ക് മറ്റേ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇത്തിരി അനീമിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം, വേറെ ഡേഞ്ചറസ് ഒന്നും കാണുന്നില്ല. പിന്നെ ബ്ലീഡിംഗ് ഒന്നും ഇല്ല. എനിക്ക് 43 വയസ്സായി. ബ്ലീഡിംഗ് ഒന്നും ഒരു ദിവസം ഇപ്പൊ ഉണ്ട്, സംഭവം ഉണ്ട്. പക്ഷെ ഒരു ദിവസം ഇത്തിരിയേ കാണുള്ളൂ ബ്ലീഡിംഗ് ഫ്ലോ, അല്ലാണ്ട് ഇല്ല. അപ്പം മാഡം പറഞ്ഞു വെച്ചാൽ വേറെ ബ്ലീഡിങ് അത്യാവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു 6 മാസം ആകുമ്പോൾ സ്കാൻ ചെയ്തിട്ട് നമുക്ക് പിന്നെ എന്തോ നോക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും ഒരു ഏപ്രിലിൽ സ്കാൻ ചെയ്തപ്പോഴും ഫൈബ്രോയിഡ് 7 സെന്റിമീറ്റർ തന്നെയാണ്, വളർന്നിട്ടൊന്നുമില്ല. അപ്പൊ എനിക്കിപ്പം മറ്റേ ഈ ഡെർമോഡ് സിസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു സിസ്റ്റ് ഓവറിൽ ഉണ്ടെന്നാണ് ഇപ്പൊ വീണ്ടും കണ്ടുപിടിച്ചത്. അപ്പൊ അതെനിക്ക് ഓപ്പറേഷൻ വേണ്ടി വരുമോ മാഡം? അതാ ഇനി എനിക്ക് 43 വയസ്സായപ്പോഴത്തേക്ക് മറ്റേ നമ്മള് മെനോപോസ് ആകണം ഡേറ്റ് ഒക്കെ ആയി വരുമോ? അത് ചുരുങ്ങുവോ? ഡെർമോഡ് സിസ്റ്റ് ഒക്കെ വലിയ പേടിക്കാനുള്ളതാണോ എന്നാ എനിക്ക്. ഈ ഡെർമോയിഡ് സിസ്റ്റിന്റെ സൈസ് എത്രയാ അശ്വതി? 1.4 എന്നാണ്. ഈ ഫൈബ്രോയിഡിനെ പറ്റി അശ്വതിക്ക് വലിയ സിംറ്റം ഇല്ലാത്തത് കൊണ്ട് പേടിക്കേണ്ടതായിട്ടില്ല. കാരണം അത് എന്ത് ടൈപ്പ് ആണെന്ന് അശ്വതിക്ക് അറിയോ? പുറത്തോട്ട് സബ് സീറസ് അങ്ങനെ എഴുതിയിട്ടുണ്ടാവും ആ റിപ്പോർട്ടിൽ. അറിയത്തില്ല. അത് ആ റിപ്പോർട്ടിൽ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ പെട്ടെന്ന് വിളിച്ചതാ, നേരത്തെ TV ഓൺ ആക്കി പെട്ടെന്ന് കണ്ടതാ. അത് കുഴപ്പമില്ല അശ്വതി. അപ്പം വലിയ സിംറ്റം അശ്വതിക്ക് അമിതമായ ബ്ലീഡിങ്ങോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആക്ച്വലി 43 വയസ്സായതുകൊണ്ടും നമുക്ക് ആക്ച്വലി ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതിയാവും. എന്ന് വെച്ചാൽ വർഷം തോറും ഒരു സ്കാൻ എടുത്ത് നോക്കുക അത് കൂടുന്നുണ്ടോയെന്ന്. പിന്നെ ഡെർമോയിഡ് സിസ്റ്റ് വളരാവുന്ന ഒരു സിസ്റ്റാണ്. അപ്പോൾ അത് പക്ഷേ മരുന്നിലും തന്നെ ചുരുങ്ങൊന്നും ചെയ്യില്ല. അപ്പോൾ അതിന് ഭാവിയിൽ എപ്പോഴെങ്കിലും ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നാൽ അതും ഫോളോ അപ്പ് ചെയ്യണം. അത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇതും വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ചെയ്യാം. ഫൈബ്രോയിഡിന് വേണ്ടി ഇപ്പോൾ അത്യാവശ്യമായിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശരി ഡോക്ടർ. എറണാകുളത്ത് നിന്ന് സഫിയാണ് അടുത്ത കോളർ. സഫിയ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ സഫിയ. ഡോക്ടർ, എനിക്ക് ഒരു 2-3 മാസം മുമ്പ് എനിക്ക് ഫൈബ്രോയിഡിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കാണിച്ചപ്പോ ചെറിയതാന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് ബൽക്കി യൂട്രസ് ആണ്. അപ്പൊ ഞാന് മോനെ ആദ്യം പ്രഗ്നൻസി ആയപ്പോ എനിക്കൊരു മോനെ ഉള്ളത്. അവനെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവനെ പ്രഗ്നന്റ് ആയി. അതിനധികം താമസം ഉണ്ടായില്ല. പിന്നെ അവനൊരു 5 വയസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് അടുത്തത് അങ്ങനെ ഉണ്ടായില്ല. അടുത്തത് എനിക്ക് ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് പോയി ഉണ്ടായത്. പിന്നെ ഒരു വട്ടം ട്യൂബിലൊക്കെ ആയി. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അതിന് മരുന്ന് വയ്ക്കാൻ പിന്നെ എനിക്ക് അങ്ങനെ ആയില്ല. പക്ഷെ എനിക്ക് പീരിയഡ്സ് ആകുമ്പോൾ ഭയങ്കര വയറുവേദന പ്രശ്നങ്ങളുമാ. എന്നിട്ട് എനിക്ക് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ആയുർവേദത്തിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ് അവര് ഇതിന്റെ സ്കാൻ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ചെറിയ ഫൈബ്രോയിഡുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ ഭക്ഷണത്തിലേക്ക് കുറച്ച് ക്രമീകരണം വരുത്തി വെയിറ്റ് ഒക്കെ കുറച്ചപ്പോ പിന്നെ ഞാൻ പോയി സ്കാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ടായിരുന്നു ഈ പ്രഗ്നൻസി ഇങ്ങനെ പിന്നെ ഇല്ലാതിരുന്നത് എന്നതിനെ പറ്റി എനിക്കറിയില്ല. അതാ ഞാനിപ്പോ. സഫിക്ക് എത്ര വയസ്സാ സഫിയ? എനിക്കിപ്പോ 37 വയസ്സായി. സഫിയയുടെ പ്രായം ഒരു ഫാക്ടറാണ്. പിന്നെ സഫിയ എനിക്ക് 22 വയസ്സായപ്പോ എനിക്ക് മോൻ ഉണ്ടായത്. പിന്നീടുള്ള കാര്യം ഇപ്പൊ 37 വയസ്സുണ്ടല്ലോ. അതെ. അപ്പോൾ നമ്മുടെ പ്രായം അങ്ങോട്ട് പോകുന്നതോറും നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി കുറച്ച് മോശമാവും, നമ്പർ കുറയും. അപ്പൊ അതൊരു കാരണമാവാം. പിന്നെ ഉള്ളത് ഈ ഫൈബ്രോയിഡ് യൂട്രസിന് ഉള്ളിലാണോ എന്ന് അറിയണം. കാരണം സഫിയ പറഞ്ഞല്ലോ ഒരു അബോർഷൻ ആയി എന്ന്. അപ്പൊ ചെറുതാണെങ്കിലും ഈ ഫൈബ്രോയിഡ് എവിടെയാണെന്നൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും സഫിയ. കാരണം നമ്മുടെ ഗർഭപാത്രത്തിന് ഉള്ളിലാണ് ഈ ഫൈബ്രോയിഡ് എങ്കിൽ അത് പ്രഗ്നൻസി ആവാതിരിക്കാനും ആയാൽ തന്നെ അബോർഷൻ ആവാനും ഒക്കെയുള്ള ഒരു കാരണമായേക്കാം. പുറമേ ഉള്ള ഫൈബ്രോയിഡ് ആണ്, ചെറുതാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ ഈ ഫൈബ്രോയിഡ് എവിടെയാണ് വന്നിരിക്കുന്നത് എന്നൊന്ന് സഫിയ ഫോളോ അപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. ശരി ഡോക്ടർ. കൊല്ലത്ത് നിന്ന് പ്രിയ ലൈനിലുണ്ട്. പ്രിയ ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം ഹലോ. പറഞ്ഞോളൂ പ്രിയ. മാഡം എനിക്ക് 30 വയസ്സായി. ഇപ്പൊ PCOD ഉണ്ട്. അപ്പൊ ഇത് ഭാവിയിൽ ഫൈബ്രോയിഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതാണ് അറിയേണ്ടത്. ഒരു കുട്ടീനെ കൂടെ വേണമെന്നാണ് ആഗ്രഹം. PCOD ഇതും എല്ലാം കൂടെ എങ്ങനെയാണെന്ന് അറിയാൻ. പ്രിയയുടെ പീരിയഡ്സ് എങ്ങനെയാ പ്രിയ?
ഫസ്റ്റ് 2 കുട്ടികളുണ്ടായപ്പോഴും ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് ഉണ്ടായി. IUI കൺസീവ് ആയിരുന്നു. പീരീഡ്സ് ഒക്കെ 40-50 ദിവസം കൂടുമ്പോഴേ ഉണ്ടാവുന്നത്. ഓക്കെ പ്രിയ ഇങ്ങനെ പീരിയഡ്സ് ഇറഗുലറും കൂടെ ആയതുകൊണ്ട് ഒരു ഈസ്ട്രജൻ ലെവല് കുറച്ച് കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം PCOD ഉള്ളത് കൊണ്ട് ഫൈബ്രോയിഡ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ എന്താ പറയുക പീരിയഡ്സ് ഇറഗുലർ ആയതുകൊണ്ടും ആ ഒരു ഈസ്ട്രജൻ ലെവൽ കൂടി നിൽക്കുന്നതുകൊണ്ട് ഒരു സാധ്യതയുണ്ട്. പക്ഷെ അത് ഓർത്ത് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ശരി ഡോക്ടർ. അടുത്ത ചോദ്യം, ഈ റിസ്ക് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഡോക്ടർ നേരത്തെ പാരമ്പര്യവും ഓവർ വെയ്റ്റും പറഞ്ഞു. അതുപോലെ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ ഈ റിസ്ക് ഗ്രൂപ്പിൽ? റിസ്ക് ഗ്രൂപ്പിൽ പിന്നെ ഉള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ PCOD. നമ്മുടെ ബോഡിയിൽ ഈ ഹൈപ്പർ ഈസ്ട്രജനിക് സ്റ്റേറ്റ് വരുന്ന ഏത് സിറ്റുവേഷനും ഒരു റിസ്ക് ഫാക്ടർ ആവാം. പക്ഷെ അതൊന്നും എന്താ പറയുക അങ്ങനെ ഉണ്ടെങ്കിലും വരും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം പ്രിയയുടെ കാര്യം എടുത്താൽ തന്നെ PCOD ഉണ്ട്, കുട്ടികളും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഫൈബ്രോയിഡ് ഇല്ല. ഭാവിയിൽ ഫൈബ്രോയിഡ് വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് വരുമെന്നും ഇല്ലയെന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് റേസ് ആണ്. ഇപ്പം ആഫ്രിക്കൻ, അമേരിക്കൻ അങ്ങനെ അവിടുത്തെ ആൾക്കാരിലൊക്കെ കുറച്ചും കൂടെ ഫൈബ്രോയിഡിനൊരു ഹയർ പ്രീഡിസ്പോസിഷൻ കാണുന്നുണ്ട് ഇന്ത്യക്കാരെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് എടുക്കുന്നതിലുള്ള ഇതുകൊണ്ട് ഒരു റിസ്ക് ഫാക്ടർ കൂടുതലായിട്ട് വരാം. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ. അത് അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഒരിക്കലും ഫൈബ്രോയിഡ് വരില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ശരി ഡോക്ടർ.